ക്രാബിയിലെ തന്നെ ഏറ്റവും മനോഹരമായ റെയിലെ ബേ ബീച്ചും ഫ്രാനാങ് കേവ്സും ഒപ്പം ഫ്രാനാങ് ബീച്ചും ഒക്കെ കണ്ടതിന് ശേഷം ഇപ്പോൾ നാം സഞ്ചരിക്കുന്നത് ഇവിടുത്തെ മറ്റൊരു അത്ഭുത കാഴ്ചയിലേക്കാണ്. അത് ഏറെ അറിയപ്പെടുന്ന ഫിഫി ഐലൻഡ് എന്ന അത്ഭുത ലോകമാണ്. ക്രാബിയിലെ തന്നെ ഏറ്റവും മനോഹരമായ ബീച്ചുകളിലൊന്നാണ് ഫിഫി ഐലൻഡിൽ സ്ഥിതി ചെയ്യുന്നത്. ദീർഘദൂര ബോട്ട് യാത്രയാണ് ഈ ഫിഫി ഐലൻഡിലേക്കുള്ളത്. നാം സഞ്ചരിക്കുന്ന ബോട്ട് ഇപ്പോൾ അണ്ടമാൻ സീയിലൂടെ വളരെ ശാന്തസുന്ദരമായ സമുദ്രത്തിലൂടെ ഫിഫി ഐലൻഡിൽ ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബോട്ടിലിരുന്നു കൊണ്ട് സഹയാത്രികർക്കൊപ്പം ഞാനും ഈ ഐലൻഡിൻ്റെ മനോഹരമായ കാഴ്ചകൾ കാണുകയും അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഒത്തിരിയേറെ കൊച്ചു കൊച്ചു ദ്വീപുകളെ വലം വെച്ചും കടന്നും ഒക്കെയാണ് നാം ഫിഫി ഐലൻഡിനെ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യവാസയോഗ്യമായതും അല്ലാത്തതുമായ കുറേയേറെ ദ്വീപുകളുടെ ഒരു സമൂഹമാണ് ഈ ക്രാബി ഐലൻഡ്സ് എന്ന് പറയുന്നത്. മനുഷ്യയോഗ്യമല്ലാത്ത ഐലൻഡുകളിൽ പ്രവാസികൾക്ക് ഇറങ്ങാനോ അതിൻ്റെ സൗന്ദര്യം അടുത്തുനിന്ന് ആസ്വദിക്കാനോ സാധിക്കുകയില്ല. എന്നാൽ ഇവിടുത്തെ മനുഷ്യവാസയോഗ്യമായ ഐലൻഡുകൾ വളരെയേറെ മനോഹരമാണ്. അതുകൊണ്ട് തന്നെ അവിടെ പ്രവാസികൾക്ക് എത്താനും ഇറങ്ങി അവിടുത്തെ ജലവിനോദങ്ങളിൽ ഏർപ്പെടാനും അവിടെയുള്ള ബീച്ചിൻ്റെ മനോഹര ദൃശ്യങ്ങൾ കാണാനും പ്രകൃതി ഭംഗി ധാരാളം ആസ്വദിക്കാനുമുള്ള ധാരാളം അവസരങ്ങളാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ദൂരെ നിന്ന് തന്നെ നമുക്ക് നാം എത്തിച്ചേരേണ്ട മനോഹരമായ ബീച്ചാണ് നമ്മുടെ കൺമുമ്പിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ധാരാളം ബോട്ടുകളും സ്പീഡ് ബോട്ടുകളും ഒക്കെയാണ് ഈ ഫിഫി ഐലൻഡിൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക. രണ്ട് ഐലൻഡിനെ കരകൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു മനോഹരമായ പ്രദേശമാണ് ഈ ഫിഫി ഐലൻഡ് എന്ന് പറയുന്നത്. മനോഹരമായ കടലും എങ്ങും ധാരാളം യാത്രികരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കടൽ തീരവും ഇവിടേക്ക് യാത്രികരെയും കൊണ്ട് ഒഴുകിയെത്തുന്ന സ്പീഡ് ബോട്ടുകളും മറ്റ് ജലനൗകകളും ഒക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. സ്പീഡ് ബോട്ടുകളിലും മറ്റ് ബോട്ടുകളിലുമായി ധാരാളം യാത്രികരാണ് ഈ ഐലൻഡിനെ ലക്ഷ്യമാക്കി, ഈ കടൽ തീരത്തെ ലക്ഷ്യമാക്കി ഇങ്ങോട്ട് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ കടൽ തീരത്ത് എത്തിച്ചേർന്ന ഞാനും എൻ്റെ സഹയാത്രികരും ഇവിടെ ഇറങ്ങി ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കുകയാണ്. ഇവിടെ ധാരാളം മറ്റ് യാത്രികരും എത്തിച്ചേർന്നിട്ടുണ്ട്. ഓരോ ഗ്രൂപ്പിനെയും കൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്ന ധാരാളം ബോട്ടുകളാണ് നമുക്ക് എങ്ങും കാണാൻ സാധിക്കുക. ഇവിടെ എത്തിയ സഹയാത്രികർക്ക് ഇവിടെ എന്തെല്ലാം ആക്ടിവിറ്റീസാണ് ഉള്ളത്, ഏതെല്ലാം ആക്ടിവിറ്റീസിലാണ് നമുക്ക് പങ്കെടുക്കാൻ സാധിക്കുക, ഏതെല്ലാം ആക്ടിവിറ്റീസാണ് പെയ്ഡ് ആക്ടിവിറ്റീസ്, എത്ര സമയം നമുക്കിവിടെ ചിലവഴിക്കാൻ സാധിക്കും, എന്തെല്ലാം മുൻകരുതലുകളാണ് നമ്മൾ ഇവിടെ എടുക്കേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ടൂർ ഗൈഡ് നമുക്ക് വിവരിച്ചു തരികയാണ്. ധാരാളം തദ്ദേശീയരും വിദേശീയരുമായ യാത്രികരുണ്ട്. ഇവിടുത്തെ മനോഹരമായ പ്രകൃതിയെ ആവോളം ആസ്വദിക്കുന്ന യുവ തലമുറയും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സ്വിമ്മിങ് സൂട്ടും ഒക്കെ ധരിച്ച് ഇവിടുത്തെ തീരങ്ങളിൽ വിശ്രമിക്കുന്ന, ഇവിടുത്തെ പ്രകൃതിയെ ആവോളം അടുത്ത് ആസ്വദിക്കുന്ന ധാരാളം യുവതലമുറയാണ് നമുക്ക് കാണാൻ സാധിക്കുക. എങ്ങും ആനന്ദം നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ്
ഇവിടെ നമുക്ക് അനുഭവപ്പെടുന്നത്. എങ്ങും ഒരു പോസിറ്റീവ് വൈബ്. കാരണം ഇവിടെ എത്തുന്ന യാത്രികർ തങ്ങളുടെ ജീവിതം ആസ്വദിക്കാനും കുടുംബത്തോടൊപ്പവും സുഹൃത്തുക്കൾക്കൊപ്പവും അതുപോലെ തന്നെ മറ്റ് പങ്കാളികൾക്കൊപ്പവും ഒക്കെ ഇവിടെ എത്തുന്നത് ഇവിടുത്തെ സൗന്ദര്യം ആവോളം ആസ്വദിക്കാനാണ്. അങ്ങനെ ഇവിടെ എത്തുന്ന ധാരാളം തദ്ദേശീയരും വിദേശീയരുമായ യാത്രികർ കുറേയേറെ സമയം ഈ ബീച്ചുകളിലെ പ്രകൃതിയുടെ മനോഹര ദൃശ്യങ്ങളൊക്കെ കണ്ട് ഇവിടെയുള്ള ജലവിനോദങ്ങളിലൊക്കെ ഏർപ്പെട്ട് തങ്ങളുടെ മറ്റ് ലക്ഷ്യങ്ങൾ ലക്ഷ്യമാക്കി യാത്ര തുടരുകയാണ്. ഇനിയും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായി മറ്റ് 2 ദ്വീപുകൾ കൂടെ ഉണ്ട്. ഇവിടെ കിട്ടിയ കുറച്ച് സമയം കൊണ്ട് ഇവിടെയുള്ള മനോഹരമായ ബീച്ചുകൾ, ബീച്ചിൻ്റെ സൗന്ദര്യം, പ്രകൃതിയുടെ ഭംഗി, അതുപോലെ തന്നെ ഇവിടെയുള്ള ജലവിനോദങ്ങൾ, അതിൽ ഏർപ്പെട്ടിരിക്കുന്ന ധാരാളം യാത്രികർ, ഇങ്ങനെ അത്ഭുതകരമായ പല കാഴ്ചകളും കണ്ട് ബീച്ചിലുടനീളം നടന്ന് സഹയാത്രികർക്കൊപ്പം ധാരാളം ഫോട്ടോകളും വീഡിയോകളും ഒക്കെ ക്യാമറയിൽ പകർത്തി നാം നടക്കുമ്പോൾ ഇവിടെ നിന്നും ഈ പ്രകൃതിയുടെ ധാരാളം ഭംഗി ആസ്വദിച്ച് തങ്ങളുടെ മടക്കയാത്രയിൽ ഏർപ്പെട്ടിരിക്കുന്ന മറ്റ് യാത്രികരെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അല്പവസ്ത്രധാരികളായ യുവതലമുറയും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. മനോഹരമായ ധാരാളം കാഴ്ചകളുണ്ട് ഇവിടെ നമുക്ക് കാണാൻ. ഇങ്ങോട്ട് സ്പീഡ് ബോട്ട് യാത്ര ഒരുക്കുന്ന കമ്പനികളും ധാരാളമുണ്ട്. കരയിൽ നിന്നും കുറേയേറെ സമയം സഞ്ചരിച്ചു വേണം നമുക്കിവിടെ എത്താനായി. അങ്ങനെ നാം ഇവിടെ എത്തി ഈ കായ്നോക്ക് ഐലൻഡിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളൊക്കെ കണ്ട് ധാരാളം ഫോട്ടോകളും ഒക്കെ എടുത്ത് ഇവിടുത്തെ പ്രകൃതിയുടെ ഭംഗി ആവോളം ആസ്വദിച്ച് നാം ഇവിടെയെല്ലാം ചുറ്റി നടന്ന് കണ്ട് ഈ പ്രകൃതിയുടെ മനോഹരമായ ദൃശ്യങ്ങളൊക്കെ മനസ്സിലും ക്യാമറയിലും പതിപ്പിച്ച് ഇവിടെ നിന്നും നോക്കാത്ത ദൂരത്ത് പരന്നു കിടക്കുന്ന അനേകം ചെറുതും വലുതുമായ ദ്വീപുകളെ ഒക്കെ നമ്മുടെ ക്യാമറയിൽ പകർത്തി നാം ഈ മനോഹര ബീച്ചിനോട് വിട പറയുകയാണ്, നമ്മുടെ അടുത്ത ലക്ഷ്യസ്ഥാനമായ മറ്റൊരു ദ്വീപിനെ ലക്ഷ്യമാക്കി. അങ്ങനെ നാം ഇവിടെ നിന്നും പുറപ്പെടുമ്പോൾ നമുക്കൊപ്പം ധാരാളം യാത്രികരാണ് മറ്റ് ബീച്ചുകളിലേക്ക് എത്തുന്നത്. നാം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഇവിടുത്തെ മറ്റൊരു വളരെ മനോഹരമായ ബീച്ചാണ്. ഈ ബീച്ചിൻ്റെ പേര് പോഡ ഐലൻഡ് ഇല്ലെങ്കിൽ പോഡ ബീച്ച് എന്നാണ്. ഏറ്റവും മനോഹരമായി വൃക്ഷങ്ങൾ വെച്ച് വളരെ മനോഹരമായി ഒരുക്കിയിട്ടിരിക്കുന്ന ഒരു ബീച്ചാണ് ഈ പോഡ ബീച്ച്. പ്രവാസികളെ ആകർഷിക്കുന്ന വിധം ധാരാളം വെയിറ്റിംഗ് ഷെഡുകളും പ്രവാസികൾക്ക് വിശ്രമിക്കാനായിട്ടുള്ള ധാരാളം ഫെസിലിറ്റികളും ബാത്റൂം വാഷ്റൂം ഫെസിലിറ്റികളും ഒക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം ഈ മനോഹരമായ ബീച്ചിൽ എത്തുന്ന യാത്രികർക്ക് ഭക്ഷണം കഴിക്കാനും ഇരുന്ന് വിശ്രമിക്കാനുമുള്ള ധാരാളം സൗകര്യങ്ങളും ഇവിടുത്തെ ഭരണകൂടം ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ എത്തുന്ന യാത്രികർ സംഘമായിട്ടാണെങ്കിലും അല്ലെങ്കിലും തങ്ങൾക്കൊപ്പം ഭക്ഷണവും കരുതിയാണ് ഇവിടേക്ക് വരിക. കാരണം ഇവിടെ പാനീയങ്ങൾ മാത്രമേ ലഭ്യമാവുകയുള്ളൂ. ഭക്ഷണം നാം വരുമ്പോൾ നമുക്കൊപ്പം കൊണ്ടുവരികയാണ് ഇവിടുത്തെ പതിവ്. അങ്ങനെ ഗ്രൂപ്പിൽ നമുക്കായി കരുതിയിരുന്ന ഭക്ഷണമൊക്കെ നാം ഇവിടെ ഇരുന്ന് ആസ്വദിച്ച് ഈ പ്രകൃതിയുടെ ഭംഗി ധാരാളം ആസ്വദിക്കുന്നതോടൊപ്പം നമുക്ക് വിളമ്പിത്തന്ന തായ് ഭക്ഷണം, വളരെയേറെ രുചികരമായ ഭക്ഷണം നാം സന്തോഷത്തോടെ കഴിച്ച് ഇവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കുകയാണ് ഇപ്പോൾ. ഗ്രൂപ്പിലുള്ള പല സഹയാത്രികരും കടലിലേക്ക് ഇറങ്ങി പല ജലവിനോദങ്ങളിൽ ഏർപ്പെടുകയും അങ്ങനെ തങ്ങളുടെ സമയം ഇവിടെ ചിലവഴിക്കുകയുമാണ്. മറ്റ് യാത്രികർ
ഇവിടെ ഉള്ള ഈ മനോഹരമായ ബീച്ചുകളിൽ ഉടനീളം തലങ്ങും വിലങ്ങും നടന്ന് ഇവിടുത്തെ പ്രകൃതി ഭംഗി ആവോളം ആസ്വദിക്കുകയാണ്. ഇവിടെയുള്ള വിദേശി യാത്രികർ പോലെ ഈ പ്രകൃതിയുടെ മനോഹരമായ ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്തുകയും ഇവിടെയുള്ള ജലവിനോദങ്ങളിൽ ഏർപ്പെടുകയും ഒപ്പം ഇവിടെയുള്ള മനോഹരമായ കാഴ്ചകൾ കാണുകയും ഒക്കെ ചെയ്തതിനു ശേഷം മടക്കയാത്രയ്ക്കായി ഇപ്പോൾ നാം നമ്മുടെ ബോട്ടിലേക്ക് മടങ്ങി അവിടെ നിന്നും തിരികെ നാം യാത്ര ചെയ്ത് ഇപ്പം നൊഫാറത്ത് താര ബീച്ചിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതിരാവിലെ ഇവിടെ നിന്നും യാത്ര ആരംഭിച്ച് 3 ദ്വീപുകളിലെ മനോഹരമായ ബീച്ചുകളും അവിടുത്തെ മനോഹരമായ കാഴ്ചകളും ഒക്കെ കണ്ട് ഉച്ച കഴിഞ്ഞ് ഏതാണ്ട് 4 മണിയോടുകൂടി നാം തിരിച്ച് ഈ നൊഫാറത്ത് താര എന്ന മനോഹരമായ ബീച്ചിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. എല്ലാ യാത്രികരുടെയും മുഖത്ത് ഒത്തിരിയേറെ സന്തോഷവും പോസിറ്റീവ് വൈബുമാണ് നമുക്ക് കാണാൻ സാധിക്കുക. എല്ലാവരും ഈ നൊഫാറത്ത് താര ബീച്ചിൻ്റെ ഒത്തിരിയേറെ ഓർമ്മകൾ മനസ്സിലും ക്യാമറയിലും ഒക്കെ ഒപ്പിയെടുത്തതിന് ശേഷം ഇവിടെയുള്ള വാട്ട് ഫു കാവോ ഫ്ര മഹാബോധിസത്ത് എന്ന ഒരു ബൗദ്ധ ക്ഷേത്രം കാണാനാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. വളരെയേറെ മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ഒരു ബൗദ്ധ ക്ഷേത്രമാണ്. യാത്രാമധ്യേ മഴ പെയ്തതുകൊണ്ട് ബസ്സിൽ നിന്നുള്ള കാഴ്ചകൾ അത്രയേറെ ഭംഗിയുള്ളത് ആയിരുന്നില്ല. 7 മണിവരെ യാത്രികർക്ക് പ്രവേശനം അനുവദിക്കുന്ന ക്ഷേത്രമാണെങ്കിൽ കൂടി മഴ പെയ്തതുകൊണ്ട് തെന്നി വീഴാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് 5 മണിക്ക് തന്നെ ഈ ക്ഷേത്രം അടച്ചതുകൊണ്ട് ഈ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കാനോ അവിടുത്തെ മനോഹരമായ കാഴ്ചകൾ കാണാനോ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഒത്തിരിയേറെ സമയം അവിടെ ചിലവഴിക്കാതെ അവിടെ നിന്നും ആവോനങ് ലാൻഡ്മാർക്ക് എന്ന മനോഹരമായ കാഴ്ചയിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. നാം സഞ്ചരിച്ച ഓസൻ എന്ന ബസ് ഈ ആവോനങ് ലാൻഡ്മാർക്കിന്റെ സൈഡിൽ പാർക്ക് ചെയ്തതിനു ശേഷം സഹയാത്രികർക്കൊപ്പം ഞാനും ഇവിടെ ഇറങ്ങി ഈ ആവോനങ് ബീച്ചിന്റെ മനോഹരയും ഇവിടെ നിന്നും ധാരാളം ഫോട്ടോകളും വീഡിയോകളും ഒക്കെ എടുക്കുകയും ബീച്ചിന്റെ രാത്രി കാഴ്ചകൾ ധാരാളമായി ആസ്വദിക്കുകയും ചെയ്തതിനു ശേഷം ഇപ്പോൾ ഹോട്ടലിലേക്കുള്ള മടക്കയാത്ര ആരംഭിച്ചിരിക്കുകയാണ്. രാത്രി ആയതുകൊണ്ട് തന്നെ ഈ ബീച്ചും ഇതിൻ്റെ പരിസരങ്ങളും ഒക്കെ വളരെയേറെ ലൈറ്റപ്പ് ചെയ്ത് മനോഹരമാക്കിയ ഒരു പോസിറ്റീവ് വൈബുള്ള മനോഹര കാഴ്ചയാണ് നമുക്ക് എങ്ങും കാണാൻ സാധിക്കുക. ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളുടെ ബാഹുല്യം തന്നെ ഇവിടെ എത്തിയ യാത്രികരുടെ സംഖ്യയെ നമുക്ക് വിളിച്ച് ഓതുന്നതാണ്. എങ്ങും യാത്രികർക്കായി ഒരുക്കി വച്ചിരിക്കുന്ന ധാരാളം സൗകര്യങ്ങളും അതുപോലെ തന്നെ ഹോട്ടലുകളായാലും റെസ്റ്റോറൻറ്റുകളായാലും ഷോപ്പിംഗ് മാളുകളായാലും ഡാൻസ് ബാറുകളായാലും പബ്ബുകളായാലും എല്ലാം യാത്രികർക്കായി ഒരുങ്ങിയിരിക്കുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ബാറുകളുടെയും പബ്ബുകളുടെയും ഡാൻസ് ബാറുകളുടെയും ഒക്കെ മുമ്പിൽ നിന്ന് യാത്രികരെ ആകർഷിക്കുന്ന തരുണീമണിമാരെയാണ് നമുക്ക് ഇവിടെ ഏറ്റവും പ്രത്യേകമായി കാണാൻ സാധിക്കുക. അല്പവസ്ത്രധാരികളാണെങ്കിലും വിവിധ രൂപത്തിലും ഭാവത്തിലും ഒക്കെ വേഷമണിഞ്ഞ് ഇവിടെ എത്തുന്ന യാത്രികരെ തങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക് മാടി വിളിക്കുന്ന തരുണീമണികൾ ഏവരെയും ആകർഷിക്കുന്ന ഒരു കാഴ്ചയാണ് എന്ന് പറയാതെ വയ്യ. അങ്ങനെ ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളും കണ്ട് ധാരാളം ഷോപ്പിങ്ങുകളും ഒക്കെ നടത്തി ക്രാബിയോട് നാളെ വിട പറയും മുമ്പ് ഇവിടുത്തെ മനോഹരമായ സിറ്റിയുടെ ധാരാളം കാഴ്ചകളിലേക്ക് ഒരു വട്ടം കൂടി ബസ്സിലിരുന്ന് യാത്ര ചെയ്ത് ധാരാളം ഫോട്ടോകളും വീഡിയോകളും ഒക്കെ എടുത്ത് നാം നമ്മുടെ ഹോട്ടലിലേക്ക് മടങ്ങുകയാണ്. ഈ രാത്രിയുടെ കാഴ്ചകൾ അവസാനിപ്പിച്ച്
നാളെ ക്രാബിയോട് വിട പറഞ്ഞ് തിരികെ കേരളത്തിലേക്ക് യാത്ര ചെയ്യാനായി.